വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെയും വേദയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയുടെ മുത്തശ്ശി വലിയ സങ്കടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് വേദയുടെ അച്ഛനും ആങ്ങളെയും കൂടി ചേർന്ന് കൊടുത്ത ആ പണവുമായിട്ട് വീട്ടിലേക്ക് വരുന്ന വിക്രത്തെയാണ്. അങ്ങനെ വിക്രം വീട്ടിലെത്തിയതും അമ്മയെ വിളിക്കുക. അപ്പോൾ കമല ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും ഇപ്പം നമ്മുടെ രാധ വന്ന് പറഞ്ഞ കാര്യങ്ങളും ആലോചിച്ച് സങ്കടത്തിലിരിക്കുമ്പോൾ ശരിക്കും ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് നമ്മുടെ വേദയാണെങ്കിൽ മുറ്റത്ത് നിന്ന് തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിക്രം ആണെങ്കിൽ നമ്മുടെ കമലയെ വിളിച്ചിട്ട് കമലയോട് പറഞ്ഞു, അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു സംഭവം ഉണ്ടായി. എടാ മോനെ, എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? രാധ ഇവിടെ വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാധ ഇവിടെ വന്ന് എന്ത് പറഞ്ഞെന്ന് അമ്മ പറയുന്നത്? അതെ, നീ വേദയുടെ അച്ഛനും ആങ്ങളെയും കൂടി തന്ന പണം അത് നീ വാങ്ങിച്ചോ? വേദമോളെ നീ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചതും, അതാണോ? അതപ്പം ചൂടാറാതെ തന്നെ രാധ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ എന്ന് വിക്രമാദിത്യം പറയുക. അപ്പൊ വിക്രത്തിന്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേദ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താ ഇവിടെ നടക്കുന്നത്? രാധ എന്താണ് വന്ന് പറഞ്ഞതെന്നൊന്നും മനസ്സിലാവാണ്ട് ശരിക്കും നമ്മുടെ വേദ അങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് വിക്രമാണെങ്കിൽ നമ്മുടെ വേദയുടെ അടുത്തേക്ക് വന്നു. എടി വേദാളമേ, നീ ഉണ്ടല്ലോ, നീ എന്തൊക്കെ ചെയ്താലും എൻ്റെ തലേന്ന് ഊരിപ്പോകാതെ ഇരിക്കുമായിരുന്നല്ലോ. പിന്നെ നിന്റെ അച്ഛനും നിന്റെ ആങ്ങളെയും ഉണ്ടല്ലോ, നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പണം തന്നിട്ടുണ്ട്. എത്ര വന്നാലും ഒരു പെണ്ണിനും ഞാൻ ഇതുവരെ വില ഇട്ടിട്ടില്ല. പക്ഷേ ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും വലിയ പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു തറവാട്ടുകാർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ ആണെങ്കിലോ നിന്റെ അച്ഛൻ ആനയാണ് ചേനയാണ്, നിന്റെ ആങ്ങള മറ്റതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? അവരെല്ലാവരും കൂടി ചേർന്ന് നിനക്ക് ഒരു വില ഇട്ടിട്ടുണ്ട്. ആ വിലയാടി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗിലുള്ളത്. എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് പറഞ്ഞു വിടണമെന്നാണ് അവരുടെ റിക്വസ്റ്റ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ വേദയ്ക്ക് നല്ല സങ്കടമായിട്ടോ. വേദയാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുക. ഇവൻ്റെ തീരുമാനം എന്താണെന്ന് അറിയണമല്ലോ. തൻ്റെ അച്ഛനും അതുപോലെ കൂടപ്പറപ്പും കൂടി തന്നെയും വിക്രത്തെയും തമ്മിൽ പിരിക്കാൻ നോക്കുന്ന കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് വേദ അങ്ങനെ നിൽക്കുമ്പോൾ കമലയാണെങ്കിലോ, മോളെ നീ ഇവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ഈ പൈസ ഇപ്പം തന്നെ തിരികെ അവളുടെ വീട്ടിലേക്ക് എത്തിക്കണം വിക്രം. നീ ഒരിക്കലും ആ കാശ് വാങ്ങരുതായിരുന്നു. ഞാൻ എന്തിന് ഈ പണം തിരികെ കൊടുക്കണം? ഇത് ഇവളുടെ വീട്ടുകാർ ഇവൾക്കിട്ട വിലയല്ലേ. അതുകൊണ്ട് ഈ കാശിന് തിരികെ കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എന്നാ പിടിച്ചോ, ഇത് നിന്റെ കൈവശം തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ബാഗ് നമ്മുടെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക. വേദയാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ ആ പണം അടങ്ങിയ ബാഗ് കയ്യിൽ വാങ്ങിച്ച് അവൾ നേരെ റൂമിലേക്ക് കയറി പോകുമ്പോൾ രാധയാണെങ്കിൽ രാധയുടെ മനസ്സിൽ ലഡു പൊട്ടിയ കണക്കിന് നിൽക്കുക. എന്തായാലും ഇനിയിപ്പോൾ വിക്രമേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് അവള് പോകുമല്ലോ. അവള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനാകുമല്ലോ വിക്രമേട്ടൻ്റെ ഭാര്യ. എന്തായാലും ആ ഒരു സന്തോഷം എനിക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഈ മാരണത്തിനെ ഒന്ന് പറഞ്ഞു വിടണം കേട്ടോ. അതിനുശേഷം വേണം എനിക്ക് ഈ വീട്ടിലേക്ക് വരാനെന്ന് രാധ പറഞ്ഞതും കമലയാണെങ്കിൽ, രാധേ, നീ ഈ സമയത്ത് ഈ രീതിയിലുള്ള സംസാരം നടത്തുന്നത് നല്ലതൊന്നും അല്ല. അവൻ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന പെണ്ണ വേദ. അങ്ങനെയുള്ള വേദമോള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റത്തില്ല എന്ന് രാധയോട് നല്ല ദേഷ്യത്തിലും കടുത്ത ഒരു ഭാഷയിലും ഒക്കെ കമല പറയുക. അങ്ങനെ നന്ദിനിയാണെങ്കിൽ അതിനമ്മ അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? അവള് പറഞ്ഞത് കാര്യമല്ലേ. വേദ എന്ന് പറയുന്നവൾക്ക് ഈ വീടുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് അച്ഛൻ തന്നെ പറഞ്ഞ കാര്യമല്ലേ. പിന്നെ എന്തിനാ അവളെ ഇവിടെ പിടിച്ച് നിർത്തുന്നത്? അവളെങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ. ഇപ്പതേ നമ്മുടെ വിക്രത്തിന് അവളെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ അവൻ പണവും വാങ്ങി ഇവിടെ വന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തിനാ പിന്നെ അമ്മ മാത്രം ഈ മരുമകളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല എന്ന് നന്ദിനി പറയുക. പിന്നീട് നമ്മുടെ വേദ റൂമിലേക്ക് ചെന്നിട്ട് വേദ ആ ബാഗ് തുറന്ന് പണമൊക്കെ എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ എടുത്ത് നോക്കുക. അച്ഛനും ഏട്ടനും കൂടി തനിക്കിട്ട വിലയാണല്ലോ ഈ ബാഗിനകത്തുള്ളത്. തൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അച്ഛൻ അങ്ങനെ ജയിക്കുമെന്ന് വേദയാണെങ്കിൽ വേദയുടെ മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി താൻ ഒരിക്കലും തൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും താൻ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കും. അവർ വിചാരിച്ചിരിക്കുന്നത് താൻ വിക്രമവും തമ്മിൽ തെറ്റിപ്പിരിയുമെന്നല്ലേ. ആ ഒരു തീരുമാനം എന്തായാലും താനായിട്ട് എടുക്കില്ല. എനിക്ക് വിക്രവുമായിട്ട് ജീവിക്കണം, ജീവിച്ച് അവരുടെയൊക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കണം. തൻ്റെ തീരുമാനവും തൻ്റെ ആ ഒരു താല്പര്യങ്ങളും ഒന്നും തെറ്റല്ലായിരുന്നു എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തണമെന്നൊക്കെ വേദ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ പുറത്താണെങ്കിലും
കമലയും അതുപോലെ നമ്മുടെ നന്ദിനിയും അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക. ശ്രീജയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. അമ്മ ഇനി അവളെങ്ങാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവോ? അവളുടെ അച്ഛൻ ഈ പണമൊക്കെ കൊടുത്തതൊക്കെ അറിഞ്ഞു വിക്രം ആ കാശ് കൈപ്പറ്റുമൊക്കെ ചെയ്തത് കൊണ്ടും വേദിക്ക് നല്ല സങ്കടമായി കാണില്ലേ? അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും അമ്മയെന്നൊക്കെ പറഞ്ഞ് കമലയുടെ അടുത്തിരുന്ന് ഭയങ്കര സങ്കടം പറയുക. ഈ സമയമാണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ വേദ റൂമിന്റെ കഥകങ്ങ് തുറന്നു. അതിനുശേഷം വിക്രമേട്ട നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിക്രവും അവിടെ നിന്ന് നന്ദിനിയും രാധയും ഒക്കെ ഞെട്ടി നിൽക്കുന്നു. എന്തായാലും നമ്മുടെ വേദ വിക്രത്തെ സ്നേഹിച്ച് വിക്രത്തിന്റെ കൂടെ തന്നെ ജീവിക്കും എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നതും വിക്രം ആണെങ്കിൽ ഇവളെ എങ്ങനെയെങ്കിലും തൻ്റെ തലേന്ന് ഒഴിച്ചു വിടണമെന്ന് ആലോചിച്ചുമൊക്കെ നിൽക്കുന്നതാണ്. അത്തരത്തിലുള്ളൊരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ്. അപ്പോൾ ഫൈറ്റ് കൂടി അവസാനം അവർ സ്നേഹിക്കുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.